ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. വാതരോഗ ശമനത്തിനായി വാതാലയാധീശനെ സ്തോത്രകാവ്യം കൊണ്ട് ഭജിച്ച മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 19ാമത്തെ ദശകത്തിൽ 7ാമത്തെ ശ്ലോകം നമ്മൾ വിചാരം ചെയ്യുകയാണ്. പതിവ് പോലെ ആദ്യം ശ്ലോകം ചൊല്ലി പിന്നീട് അതിൻ്റെ അർത്ഥം, തുടർന്ന് അതിൻ്റെ ശ്ലോകം ഒരിക്കൽ കൂടി മനനം എന്ന രീതിയിൽ ചൊല്ലിയതിനു ശേഷം ഭാഷാഗാനം ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പിക്കാം. ആദ്യം ശ്ലോക പാരായണം. പ്രചേതസാം താവദയാചതാമപി ത്വമേവ കാരുണ്യഭരാദ്വരാനദാം ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുതിശ്ച കാമദാം. താവൽ പ്രചേതസാം അയാചതാം അപി ത്വം ഏവ കാരുണ്യഭരാത് പരാൻ അദാ ഭവദ്വിചിന്താ അപി ദേഹിനാം ശിവായ ഭവതു അസൗ രുദ്രനുതി ച കാമദാ. ഭഗവാന്റെ മുമ്പിൽ വളരെ വിശേഷമായിട്ടുള്ള രുദ്രഗീതം രുദ്രതീർത്ഥത്തിൽ വെച്ച് രുദ്രൻ്റെ അനുഗ്രഹത്തോടു കൂടി അവർ
ചൊല്ലി സമർപ്പിച്ചു. ശ്രീമദ് ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 47 ശ്ലോകങ്ങളാണ് രുദ്രഗീതം. ആ രുദ്രഗീതം ജപിച്ചും കൊണ്ട് പ്രചേതസ്സുകൾ 10,000 വർഷം തപസ്സു ചെയ്തു. ഭഗവാൻ കാരുണ്യമൂർത്തി അവരുടെ മുമ്പിൽ ശംഖുചക്ര ഗദാപത്മങ്ങളോടുകൂടി അഷ്ടാഭിഭുജാഭി 8 തൃക്കൈകളോടുകൂടി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. താവൽ പ്രചേതസാം അയാചതാം അപി. അപ്പോ പ്രചേതസ്സുകൾ ചോദിച്ചില്ലെങ്കിലും അയാചതാം അപി യാചിച്ചില്ലെങ്കിൽ പോലും ത്വം ഏവ കാരുണ്യഭരാത് വരാൻ അത അവിടുത്തെ കാരുണ്യാതിശയം കൊണ്ട് വരങ്ങളെ ദാനം ചെയ്തു. കൃപാബലേന ഏവ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഇപ്പൊ പറയണു ആ കാരുണ്യാതിശയം കൊണ്ട് വരങ്ങളെ ഭഗവാൻ ദാനം ചെയ്തു. ഭവത് വിചിന്ത അപി ദേഹിനാം ശിവായ ഭവതു. നിങ്ങളുടെ സ്മരണ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത പോലും ജനങ്ങൾക്ക് ദേഹിനാം ശിവായ ഭവതു ശ്രേയസ്സിന് മംഗളത്തിനായിട്ട് തീരട്ടെ. ഭഗവാൻ അനുഗ്രഹിച്ചു. പിന്നെയോ അസൗ രുദ്രനുതി ച കാമദ. ഈ രുദ്രഗീതവും അഭീഷ്ടങ്ങൾ കാമങ്ങളെ സാധിപ്പിക്കുന്നതായിട്ട് തീരട്ടെ എന്നാണ്. ഭക്തന്മാരുടെ അഭീഷ്ടങ്ങൾ അറിഞ്ഞ് അനുഗ്രഹിക്കുന്നവനാണ് ഭഗവാൻ. അത് ആദ്യത്തെ ദശകത്തിൽ തന്നെ പട്ടേരിപ്പാട് പറഞ്ഞു. അതുകൊണ്ട് ഭഗവാൻ ഭക്തന്മാരുടെ ഹിതകാംക്ഷിയാണ്. നമുക്ക് എന്താണോ ഹിതം എന്ന് നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കുന്നതാവില്ല നമ്മുടെ ഹിതം. അത് അറിഞ്ഞ് ഭഗവാൻ അനുഗ്രഹിക്കുന്നു. അപ്പം ഇവിടെയും അതെ, ഭഗവാൻ തൈരൻ അഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി എന്ന് ആദ്യത്തെ ദശകത്തിൽ പറഞ്ഞു ഇല്ലേ. ചോദിക്കാത്തതുപോലും നൽകുന്ന കൽപ്പവൃക്ഷമാണ് ഭഗവാൻ. അതാണ് ഇവിടെ ഇതാ കാണുന്നത്. ഭക്തപാരിജാതമായിരിക്കുന്ന ഭഗവാൻ പ്രചേതസ്സുകൾക്ക് കൊടുത്ത 2 വരങ്ങൾ അത് നമ്മൾ ഈ ശ്ലോകത്തിൽ കാണുന്നു. ഇനി 2 വരങ്ങൾ കൂടി കൊടുക്കുന്നുണ്ട്. ആ വരങ്ങളാണ് നമ്മൾ നാളെ 8-ാമത്തെ ശ്ലോകത്തിൽ അനുസ്മരിക്കുക. ഇപ്പോൾ നമുക്കൊരിക്കൽ കൂടി ഈ ഭാഗം പാരായണം ചെയ്യാം. അതിനുശേഷം ശ്രീഹരിയം, ഒരു നിഴൽ നാരായണീയം. പ്രചേതസാം താവദയാചതാമപി ത്വമേവ കാരുണ്യഭരാദ്വരാനദാം ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുതിശ്ച കാമദാം. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ 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 രാധാ ഗോവിന്ദ. വാരിധിയാണല്ലോ ഭവാൻ കാരുണ്യാതിശയത്തിനാൽ വാരിക്കോരി നൽകിയല്ലോ വരസഹസ്രം. നിങ്ങളുടെ സ്മരണകൾ ശ്രേയസ്കരമായിടട്ടെ. രുദ്രഗീതം അഭീഷ്ടദായകമാകട്ടെ. നാരായണ 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 ശ്രീവാസുദേവ. നാരായണ നാരായണ വാതാലയേശ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധിധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു
വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. ഹരി ഓം.